ദുആവും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തണമല്ലോ. പ്രിയമുള്ള സഹോദരന്മാരെ, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال മഹാനവറുകൾ ചൊല്ലുന്നു, قال റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. അല്ലാഹുവിന്റെ മലായികമാർ അതാ പോർമാന സുബഹി നിസ്കരിക്കും വന്നിട്ട് അസർ നിസ്കാരത്തെ ടൈമിൽ പോണ മലായികമാറുണ്ടാകും. അസർ നിസ്കരിക്കൊണ്ടിരിക്കുമ്പോൾ അസറിന് വന്ന് മലക്കുക, സുബഹിക്ക് ഇപ്പൊ സുബഹി ജമാഅത്തായ പിന്നെ പോണ്ട മലക്കുന്നുണ്ടാകും. ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് കൊണ്ടുവരാറ്, മാറി മാറി ചേഞ്ച് ആയിട്ട് കൊണ്ടാറുണ്ട്. എന്നിട്ട് അങ്ങനെ രണ്ടരും ഒരുമിച്ച് കൊണ്ടുവരാ സുബഹിക്ക് നിസ്കരിക്കും ഇപ്പൊ വേണ്ട ചില മാലായിക്കന്മാരെ കൊടുക്കും വന്നതാണ്. അങ്ങനെ അസർ നിസ്കാര ആയ പിന്നെ പോണ്ടാറ്. അപ്പൊ ഇന്നലെ അസർ നിസ്കരിക്കുമ്പോൾ ഇപ്പൊ സുബഹി നിസ്കാരമായി പിന്നെ പോണ്ടാറ്. അള്ളാഹുണ്ട്, അതാണ് ഡ്യൂട്ടി ആയിട്ട്. അങ്ങനെ തങ്ങളൊട്ടിക്ക് ഇന്ന് മലക്ക് കഴിഞ്ഞ് ഉങ്ങളുടെ ബന്ധറ്റൂർ വിഭാഗം ഇതർ വിഭാഗം പോയപ്പോ ആ പോയ വിഭാഗത്തെ അള്ളാഹു താല കേൾക്കടാ, അങ്ങനെ കൊടുത്തുണ്ടോ ഞങ്ങൾ നിസ്കരിച്ചമായില്ലേ, ഞങ്ങൾ തപ്പാറ്റമാന അല്ലെങ്കിൽ എല്ലാം അള്ളാഹു അറിയണ. എങ്കിലും അവരുടെ സൃഷ്ടികളായ മാലായിക്കന്മാർക്ക് അള്ളാഹു താല കൊടുത്ത് ഡ്യൂട്ടി ആയിട്ടിരിക്കണേ. എനിക്ക് അവരുടെ നിസ്കരിക്കുമ്പോൾ അള്ളാഹു താല നമുക്ക് അവരുടെ ഇബാദത്തായിട്ട് എനിക്ക് അവരുടെ ഡ്യൂട്ടി തന്നെ. അതേപോലെ അവരുടെ സൃഷ്ടികളായ മാലായിക്കന്മാർക്ക് അള്ളാഹു താല അള്ളാഹുയുടെ സൈനികന്മാർക്ക് കൊടുത്ത് ഡ്യൂട്ടി ആയിട്ടിരിക്കണേ. അള്ളാഹ് കേൾക്കടാ, നന്റെ അടിമകളെങ്ങനെ ഞങ്ങളെ ഒഴിവാക്കിട്ട് വന്ന ഭൂമിയിൽ നിന്ന്. അപ്പൊ അങ്ങ് എങ്ങനെ ഇന്നത് ഭയക്കൂടും. അപ്പൊ മലായിക്കന്മാർ சொன்னாரு, ഞങ്ങൾ ഇന്നലെ അസർ നിസ്കരിക്കുമ്പോ പോയിട്ടിരുന്ന ഇന്ന് സുബിക്ക് അവിടെ നിസ്കാരായിട്ട് കൊടുപ്പാണ്. എന്തിനാക്കി അങ്ങനെ നിസ്കരിച്ചോട്ടേ ഇന്നാണ്. അപ്പൊ സുബിക്ക് വന്ന മലക്കുകൾ சொன்னாரு, അന്തരോട്ട പോയിട്ട് ഞങ്ങൾ സുബിക്ക് അവിടെ പോകുമ്പോൾ സുബി ജമാഅത്തായി നിസ്കരിച്ചോയിന്നാറ്. എന്നിട്ട് അസറിന് തിരിച്ചു വരുമ്പോ ആ അസർ ജമാഅത്തായി നിസ്കരിച്ചോയിന്നാറ്. അപ്പൊ അസർ നിസ്കരിക്കുമ്പോ വന്ന മലക്കുകൾ ഇപ്പൊ പോണ്ടാറ്. അത് சொன்னாரு, ഞങ്ങൾ ഇന്നലെ അസർക്ക് ആ പള്ളിക്ക് ആ ഭൂമിക്ക് പോകുമ്പോ അവർ ജമാഅത്തായിട്ട് നിസ്കരിച്ചോയിന്നാറ്. ഇപ്പൊ സുബിക്ക് വരുമ്പോഴത്തേക്കും അവർ ജമാഅത്തായി നിസ്കരിച്ചോയിന്നാറ്. എന്തോ സന്തോഷം പോകും. തന്റെ റബ്ബിനെ അടിമകളെ കുറിച്ച് എത്രത്തോളം ശ്രദ്ധയ്ക്ക് ഒരു വിഭാഗം ആൾമാര് അവിടെ പെണ്ണിങ് കഴിക്കണ യുദ്ധത്തിൽ ആൾമാരുടെ ഇക്കിടാറുണ്ട് ഇവരുണ്ട്. അപ്പൊ ഒരു പെണ്ണ് കിടാവും, ഒരു പെണ്ണ് ആ പെണ്ണ് മുല കുടിക്കല് ഒരു കിടാവ് ആ പെണ്ണിന്റെ കയ്യിൽ. അപ്പൊ ആ പെണ്ണിന്റെ കാട്ടിന്റെ തങ്ങൾ കേൾക്കണത് എന്തിനായിട്ട് ഒരു സഹാബ ഈ കാട്ട് പെണ്ണുകൊണ്ടാണല്ലേ കിടാവ് പാൽ കൊടുത്തോണ്ടുള്ളത്. അവള് ആ കിടാവിനെ തീക്കിട്ട് കത്തുമാറ്റാറുണ്ട്. നീക്ക് ചൊല്ലുവാറാണ്, നീക്ക് വിശ്വാസമുണ്ട്. ആ കിടാവിന്റെ ഉമ്മ ആ സ്വന്തം കൈക്കൊണ്ട് കിടാവിനെ തീക്കിട്ട് കൊള്ളുവാണ്. അപ്പൊ സഹാബാക്കൾ சொன்னார், ഇല്ല നബിയേ. അപ്പൊ ആ പാല് മണിക്ക് കിടാവിനെടുത്തിയ ആ ഉമ്മ എത്ര ദിവസ കാട്ടും, എത്ര കരുണ കാട്ടും. ഏതൊരു ജീവിയും അങ്ങനെ, ഏതൊരു മനുഷ്യവും അങ്ങനെ തന്റെ മക്കളൊട്ടിക്ക് ഭയങ്കര വിർസ. നായിയായെങ്കും പൂച്ചയായെങ്കും കോഴിയായെങ്കും അതത്തിന് മക്കളൊട്ടിക്ക് ഭയങ്കര വിർസ. ಅದಕ್ಕೆ ನಂಬಲಾಗುವುದು ತೀರಾ ಚೊಲ್ಲ ಉದ್ದೇಶವು ಒಂದು ಮಾತ್ರ ಉಂಟು. ಪಡಿಬರೋಣಿಗೆ ತೀರ ಬರಿಕೊಡುಗೆ ತೀರ ಒಂದು ಆಫ್ಯತೆ ಇಲ್ಲ ನಾವು ತೀರ ಚೊಲ್ಲ ಉದ್ದೇಶ ಆಯ್ತು ಬಾಪ ಒಮ್ಮಗೆ ಅದರ ರಕ್ಷೆ ಪಡ್ತಾರೆ. ಎಂತ ಕಷ್ಟಪಡ್ತಾರೆ ಬಾಪ ಒಮ್ಮಮ್ಮಾರು ജീവിക്കായിരിക്കും മനുഷ്യരായിരിക്കും. അപ്പൊ എത്ര കരുണ തൊട്ടിക്കൊണ്ടു അത്രക്കാലവും കരുണ റബ്ബായ അല്ലാഹുവു മുഅ്മിനീകളായ ഞങ്ങളുടെ മേലുണ്ട്. മനുഷ്യരൊട്ടിಗೆ അല്ലാഹു താല ആ ജീവിതരൊട്ടിಗೆ ഒരു മനുഷ്യരായ കരുണ കാട്ടുന്ന അത്രക്കാണ് അപ്പറായിട്ട് അല്ലാഹു ഞങ്ങളൊട്ടിക്കൊള്ള പെരുസ. അവരുടെ മാലായിക്കന്മാര് അല്ലാഹുട്ടിക്ക് പോയി ചൊല്ലാറ്, ഞങ്ങൾ ഭൂമിക്ക് പോകുമ്പോ നിസ്കരിച്ചിരുന്നാറ്. തിരിച്ചിട്ട് മർമ്മത്തും അവൻ നിസ്കരിച്ചോട്ടേ ഇന്നാറ്. അല്ലാഹു മുത്തഫഖുൻ അലൈഹി ഹദീസ്. الجرير بن عبد الله البجلي رضي الله عنه قال كنا عند النبي صلى الله عليه وسلم ഞങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇന്നപ്പ ഫനദറ ഇലൽ ഖമരി ലൈലത്തുൽ ഖദർ 14ാമത്തെ ജാവു ചന്ദ്രനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിട്ട് ഫഖാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് അല്ലാഹു തന്ന ലാ തുദാമൂന ഫീ റുയതിഹി നിങ്ങൾ റബ്ബുടെ കാണുന്ന വിഷയത്തിൽ ആരും തിരക്ക് കൊണ്ടില്ല അർജന്റാക്കില്ല അവിടെ ടോക്കൺ ഇല്ല ആരും എപ്പം വേണമെങ്കിലും എത്ര വേണമെങ്കിലും നല്ല ഫ്രീ ആയിട്ട് റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ റബ്ബുടെ നിങ്ങൾക്ക് നാളെ കാണാം അതൊക്കെ നിങ്ങൾ എന്തിനാക്കൊണ്ട് കൊടുത്തല്ല ഫൈനിസ്തതഅതും അല്ലാ തഗ്ലബു അലാ സ്വലാത്തിൻ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ നിങ്ങൾക്ക് വിജയിക്കൊന്ന് തീർന്നിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ സൂര്യ ഉദിക്കണേക്ക് മുന്നോട്ട് നിങ്ങൾ സൂര്യ നിസ്കരിക്കോറു സൂര്യ അസ്തമിക്കണേക്ക് മുന്നോട്ട് അസർ നിസ്കരിക്കോറു അപ്പൊ സൂര്യ ഉദിക്കണേക്ക് മുന്നോട്ടുള്ള നിസ്കാരമുള്ള വേഗം നിങ്ങൾ നിസ്കരിക്കോളൂ ഇനി അസറിന് അസ്തമിക്കണേക്ക് മുന്നോട്ടുള്ള നിസ്കാരം നമ്മൾ എന്താക്കണു അസറും മുഹറും എല്ലാം നിസ്കരിച്ച് തീർക്കണു അപ്പൊ നിങ്ങൾ ആ കാര്യമാക്കോറു നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ കാണാം ഫീ റിവായത്തിൽ ഫനദറ ഇലൽ ഖബരി ലൈലത 14 14ാമത്തെ ജാവു ഒരു റിവായത്തുണ്ട് ഇന്ദ്രമുത്തിന്റെ 14ാമത്തെ ജാവു ചന്ദ്രത്തെ ഫുള്ള് എത്ര ചന്ദ്രനല്ല എന്നെ പോയേക്കും കാണും ചന്ദ്ര എത്ര വേണം നോക്കാം അതേപോലെ അന്നേരം നിങ്ങൾക്ക് കാണാം എത്രത്തോളം ചെന്നെങ്കിൽ അത് ബുറൈദ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു മൻ തറക സ്വലാത്തൽ അസ്ർ അസർ നിസ്കാരത്തിന് എത്ര ഗൗരവമുണ്ട് ആരെയൊക്കെ അസർ നിസ്കാരം വിട്ടെങ്കിൽ ഫഖദ് ഹബിത അമലുഹു അവന്റെ അന്നത്തെ എല്ലാ അമലും നാശമായി പോകും ഒഴിവായിക്കൊണ്ട് വെറുതെയായി പോകുന്നു അസർ നിസ്കാരത്തിൽ അത്രയും ഗൗരവമുണ്ട് അതിനർത്ഥ അത്രയും ശിക്ഷ കിട്ടും ഒഴിവാക്കിയിട്ട് അത് ഒരിക്കലും ഉടനും തീരാ അല്ലാഹു നമുക്ക് ചാവപ്പോടുള്ള എല്ലാ നിസ്കാരവും ജമാഅത്തായിട്ടും സുന്നത്ത് നിസ്കാരവും എല്ലാം നിസ്കരിക്കുന്നതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബുടെ മുന്നോട്ട് അല്ലാഹുവേ നമ്മെ നീ വിജയിപ്പിക്കുന്നു അല്ലാഹ് ജമാഅത്തായി മരിക്കുന്ന സെക്കൻഡ് തോറ നിന്റെ നിസ്കരിക്കുന്നതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവന്റെ മുമ്പിൽ ഒരു നന്ദിയുടെ അടിമയാവുക എല്ലാവരും തൗഫീഖ് നൽകണേ അല്ലാഹ് നമ്മൾ ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ അമലായി